ഇതാരാ സുചിത്ര എടുത്തിയോ? ആഹാ, നാത്തൂന് ഈ വഴിയൊക്കെ മറന്നോ? എന്താ സുചിത്ര എടുത്തി, പുതിയ വീട്ടിലേക്ക് മാറിയിട്ടും ചേച്ചിയുടെ മുഖത്തൊരു തെളിച്ചില്ലാത്തെ? സ്വന്തം വീട് വേണ്ടായിരുന്നു. വാടകയ്ക്കാണെങ്കിലും ഈ പഴയ വീടായിരുന്നു എല്ലാം കൊണ്ടും ഭേദം. അച്ഛനും അമ്മയും വന്ദനയും വർഷയൊക്കെ ഉള്ളപ്പോ സുഖമായാലും ദുഃഖമായാലും അതൊക്കെ പങ്കിട്ട് പോകുമായിരുന്നു. ഇപ്പോ സങ്കടങ്ങൾ പങ്കിടാൻ ആരുമില്ല. മൊത്തത്തിൽ ഏറ്റുവാങ്ങാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പൊ എന്താ പ്രശ്നം? എന്റെ ഭർത്താവിന് എപ്പോഴും കണക്ക് കൂട്ടലുകളും ആലോചനകളുമാ. എന്നിട്ട് ഓരോ കാര്യങ്ങളിൽ ചെന്ന് ഇടപെട്ടാലോ കിട്ടുന്നതെല്ലാം തിരിച്ചടികളായിരിക്കും. അങ്ങാടി തോറ്റതിന് അച്ചിയോടെന്ന് കേട്ടിട്ടേ ഉള്ളൂ. എല്ലാ തിരിച്ചടികളുടെയും ദേഷ്യവും സങ്കടവും തീർക്കുന്നത് ഭാര്യയായ എന്നോടും. ജീവിതം വല്ലാതെ മടുത്തുപോയി വന്ദനെ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല സുചിത്രേ. അച്ഛനമ്മമാരുടെ ശാപദോഷം എന്ന് പറയുന്നതേ അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. അവരെ ദ്രോഹിച്ചും പറ്റിച്ചും വശം കെടുത്തിട്ടും അല്ലേ പുതിയ വീട് വെച്ച് മാറിയത്. അവനിന്ന് ഒരു കാലത്തും കുളം പിടിക്കില്ല. കുടുംബസഹിതം തൊലഞ്ഞു പോവേയുള്ളൂ. എന്തോർത്തിട്ടാ വസന്തേച്ചി പറയുന്നത്? സങ്കടം പറയുന്നത് സുചിത്രയെടുത്തിയാ. എഴുത്തിയൊന്നും നമ്മളോടൊപ്പം നിന്നിട്ടേ ഉള്ളൂ. ഹരിതയെ പോലെ എന്റെ പണം, എന്റെ മുറി, എന്റെ ഭർത്താവ് എന്നൊന്നും പറഞ്ഞ് നമ്മളെ താറടിച്ചിട്ടില്ല. അതിനിവളെ താറടിച്ച് ആരെങ്കിലും പറഞ്ഞോ? എന്റെ സഹോദരനായ പ്രകാശിന്റെ കന്നം തിരിവുകളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. സ്വന്തം ഭർത്താവിനെ കുറിച്ച് കുറ്റം പറയുന്നത് സഹോദരിയാണെങ്കിൽ പോലും ഒരു ഭാര്യ അത് സഹിക്കില്ല. എന്തെങ്കിലും ആശ്വാസം പ്രതീക്ഷിച്ചിട്ടായിരിക്കും സുചിത്രയുടെ ഇങ്ങോട്ട് വന്നത്. അപ്പോ ഈ കുടുംബസഹിതം തൊലഞ്ഞു പോട്ടേന്നൊക്കെ പറയുന്നത് കഷ്ടാണ് ചേച്ചി. ശപിച്ചോട്ടെ. എല്ലാവർക്കും എല്ലാവരും ഉണ്ട്. എന്റെ കാര്യത്തിൽ മാത്രം ഞാൻ മാത്രമേ ഉള്ളൂ. അതൊക്കെ സുചിത്രയുടെ വെറും തോന്നല. ഏട്ടത്തിക്ക് വേണ്ടുന്ന കാര്യത്തിലെല്ലാം ഇവിടെ എല്ലാവരും ഉണ്ട്. പ്രകാശേട്ടനെ പേടിച്ച് ആരും അങ്ങനെ ഇടപെടുന്നില്ലെന്നേ ഉള്ളൂ. കുറെ നാളായില്ലേ ഏട്ടത്തി ഉണ്ടാക്കുന്ന ഒരു ചായ കുടിച്ചിട്ട്. അടുക്കളയിൽ കയറി എല്ലാം ചിട്ടയായും ഭംഗിയായും അടുക്കി വെച്ചിട്ട് ഒരു ചായയുടെ. അതെ, നമുക്ക് ഒരുമിച്ചിരുന്ന് നല്ലൊരു ചായ കുടിക്കാം. അതിന്റെ അർത്ഥം എനിക്ക് ചിട്ടയും ജയിലുമില്ല, ഞാൻ ഉണ്ടാക്കുന്ന ചായ കൊള്ളത്തില്ലെന്നല്ലേ? എന്നല്ല, ചായ ഇടാൻ പറഞ്ഞപ്പോ ഏട്ടത്തിയുടെ മുഖത്തെ സന്തോഷം വസന്തേച്ചി ശ്രദ്ധിച്ചില്ലേ? ഇവിടുത്തെ അടുക്കള ചേച്ചിക്ക് ഇപ്പോഴും അന്യല്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് ഞാൻ ശ്രമിച്ചത്. ഇതിന്റെ പേരിൽ ഇനി വസന്തേച്ചി പിണങ്ങരുത്.